ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ച റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഭവനവാഹന വായ്പകൾ അടക്കമുള്ളവയുടെ പലിശ നിരക്ക് കുറയും. റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് തുടർച്ചയായ രണ്ടാം തവണ. IAS തർക്കത്തിൽ N. പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് N. പ്രശാന്ത് IASന് നോട്ടീസ് നൽകി. നീക്കം വകുപ്പ് തല നടപടികളിൽ പരസ്പര പഴിചാരൽ തുടരുന്നതിനിടെ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ T. വീണയ്ക്കെതിരെ EDയും കേസെടുത്തേക്കും. SFIOയിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ട ED കേസെടുക്കുക കള്ളപ്പണം തടയുന്നതിനുള്ള നിയമപ്രകാരം. കേസിൽ SFIOയുടെ തുടർ നടപടി തടയണമെന്ന് CMRL ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഉടൻ ഇന്ത്യയിലെത്തിക്കും. റാണയുമായുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. ഡൽഹിയിലെയും മുംബൈയിലെയും ജയിലുകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. നടപടി ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരായ റാണയുടെ അപ്പീൽ US സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെ. അമേരിക്ക പ്രഖ്യാപിച്ച തിരിച്ചടി തീരുവ പ്രാബല്യത്തിൽ. തീരുവ ഇന്ത്യ ഉൾപ്പെടെ 86 രാജ്യങ്ങൾക്ക്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% അധിക തീരുവ. തീരുവ പിൻവലിക്കുന്നതിൽ 70 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുവെന്ന് വൈറ്റ് ഹൌസ്. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനുള്ള കരാർ ഇന്ന് ഒപ്പിടും. വായ്പയായി കേന്ദ്രം നൽകുന്നത് 817 കോടി രൂപ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC തുർക്കി വിഴിഞ്ഞത്തേക്ക്. കപ്പലിന്റെ ബെർത്തിംഗ് ഉച്ചയ്ക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന നിരാഹാര സമരം തുടരുന്നു. സമരം 8 ദിവസം പിന്നിടുമ്പോഴും പരിഹാരം നീളുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം കടുപ്പിക്കാൻ ആശാവർക്കർമാർ. 12-ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി പൗരസംഗമം. നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. ബാന്ദ്ര പോലീസ് സമർപ്പിച്ചത് 1000 പേജുകളുള്ള കുറ്റപത്രം. നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങൾ പ്രതി ഷെരീഫുൽ ഇസ്ലാമിന്റേത് തന്നെയെന്ന് സ്ഥിരീകരണം. പ്രതിയുടെ ലക്ഷ്യം മോഷണമെന്നും കുറ്റപത്രത്തിൽ. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. 3ാം ജയം ലക്ഷ്യമിട്ട രാജസ്ഥാൻ. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.